ടാറ്റ ഗ്രൂപ്പ് 10,000 കോടി രൂപ നിക്ഷേപിച്ച് കേരളത്തിൽ കപ്പൽശാല സ്ഥാപിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ സർക്കാർ മലക്കം മറിഞ്ഞു. ടാറ്റ തന്നെ കപ്പൽ നിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കും. എന്നാൽ 10,000 കോടി രൂപ നിക്ഷേപിക്കുന്നത് ആകെ മിഷൻ സമുദ്ര പദ്ധതികൾക്കാണെന്ന് സർക്കാർ പറയുകയാണ്. ടാറ്റയുടെ കപ്പൽശാല 2025-ൽ പിണറായി സർക്കാർ ധാരണാപത്രം ഒപ്പിട്ട പദ്ധതിയാണെന്ന അവകാശവുമായി പ്രതിപക്ഷവും രംഗത്തെത്തി. ടാറ്റ ഗ്രൂപ്പ് കപ്പൽശാല പദ്ധതിക്കായി കേരളത്തിൽ 10,000 കോടി രൂപ നിക്ഷേപിക്കുമെന്നാണ് മുഖ്യമന്ത്രി ബ്ലൂബർഗിലെ അഭിമുഖത്തിൽ പറഞ്ഞത്. പിന്നാലെ ടാറ്റ 10,000 കോടി രൂപ നിക്ഷേപിക്കുമെന്ന വാർത്ത ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിന്റെ ഓൺലൈൻ റിപ്പോർട്ടിൽ ടാറ്റ ഗ്രൂപ്പ് നിഷേധിച്ചു. ഇതോടെയാണ് സംസ്ഥാന സർക്കാർ വിശദീകരണത്തിന് നിർബന്ധിതരായത്. ടാറ്റ 10,000 കോടി രൂപ മുടക്കി കപ്പൽശാല സ്ഥാപിക്കുമെന്ന അവകാശവാദത്തിൽ നിന്ന് സർക്കാർ മലക്കമറിഞ്ഞു. 10,000 കോടി നിക്ഷേപം വരുന്നത് മിഷൻ സമുദ്രയുടെ ഭാഗം. ടാറ്റയുമായി മാത്രം സർക്കാർ 10,000 കോടി രൂപയുടെ നിക്ഷേപ കരാർ ഉറപ്പിച്ചിട്ടില്ല. ഇതിലൊരു പദ്ധതിയാണ് കപ്പൽശാല പദ്ധതി. മലബാർ സിമന്റ്സ് ലിമിറ്റഡും ടാറ്റ പ്രോജക്ട് ഗ്രൂപ്പിന്റെ ഭാഗമായ ആർട്സ് ആൻഡ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡും ചേർന്ന് കൊച്ചിൻ പോർട്ടിലാണ് കപ്പൽ നിർമ്മാണ യൂണിറ്റ്. പദ്ധതിക്ക് ആവശ്യമായ പ്രധാന അനുമതികളെല്ലാം ലഭിച്ചു കഴിഞ്ഞതായി സർക്കാർ അവകാശപ്പെട്ടു. ഇതോടെ മുഖ്യമന്ത്രി എട്ടുകാലി മമ്മൂഞ്ഞാണെന്ന വിമർശനവുമായി പ്രതിപക്ഷം വിഷയമേറ്റെടുത്തു. ടാറ്റയുടെ കപ്പൽശാല പദ്ധതി 2025 പിണറായി സർക്കാരിന്റെ കാലത്ത് ധാരണാപത്രം ഒപ്പിട്ടതാണെന്ന വിമർശനവുമായി അന്നത്തെ വ്യവസായ മന്ത്രി പി രാജീവ് രംഗത്തെത്തി. ഒപ്പം ടാറ്റ ചെയർമാനുമായുള്ള കൂടിക്കാഴ്ചാ ചിത്രവും ഫേസ്ബുക്കിൽ പങ്കുവച്ചു. ആരുടെ ക്രെഡിബിലിറ്റി പോകും? മുഖ്യമന്ത്രിയുടെ അല്ല, കേരളത്തിന്റെ ക്രെഡിബിലിറ്റി പോകുന്നു. അല്പ സത്യസന്ധത കാണിക്കണ്ടേ? കഴിഞ്ഞ ഗവൺമെന്റ് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അത് ഞങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും. ഞങ്ങളും അവരും നമ്മളും ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോയി നമുക്ക് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കണമെന്നല്ലേ ഒരു മുഖ്യമന്ത്രി പറയേണ്ടത്? അതിന് പകരം എട്ടുകാലി മമ്മൂഞ്ഞായിട്ട് മാറേണ്ടതുണ്ടോ? മലബാർ സിമന്റ്സ് ലിമിറ്റഡും ടാറ്റ പ്രോജക്ട് ഗ്രൂപ്പിന്റെ ഭാഗമായ ആർട്സ് ആൻഡ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡുമായി ധാരണാപത്രം ഒപ്പിട്ട വാർത്ത അന്ന് മാധ്യമങ്ങളിൽ റിപ്പോർട്ടായി വന്നിട്ടുണ്ട്. ഇതോടെ മിഷൻ സമുദ്രയുടെ ഭാഗമായുള്ള പദ്ധതിയാണ് ടാറ്റ ഗ്രൂപ്പ് നടപ്പാക്കുന്ന കപ്പൽശാല പദ്ധതി എന്ന മുഖ്യമന്ത്രിയുടെ വാദം പൊളിഞ്ഞു. PRD പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ഈ പദ്ധതി എപ്പോൾ രൂപം കൊണ്ടതാണെന്ന് വിശദീകരിക്കുന്നുമില്ല. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.